വളരെ ബുദ്ധിപരമായി നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ ഉപയോഗിക്കുകയാണ് ഹണി റോസ്. അശ്ലീല പരാമർശത്തിന്റെ പേരിൽ വ്യവസായി ബോച്ചയ്ക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ ഹണി റോസിനെ വിമർശിച്ച് നടി ഫറ സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ലെന്നും എന്നാൽ ഹണി റോസിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ അത്രയും നിഷ്കളങ്കമാണെന്ന് തോന്നുന്നില്ലെന്നും ഫറ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. ഹണി റോസ് വളരെ ബുദ്ധിപരമായി മെയിൽ കേസിനെയും നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഫറ പറയുന്നു. വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നതെന്നും ഫറ ചോദിക്കുന്നു. സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും. ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് കാണിക്കുന്നതെന്നും ചോദിക്കാത്തവർ ഉണ്ടാകില്ലെന്നും ഫറ ചോദിക്കുന്നു. സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷേമിംഗ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റ് തന്നെയാണ്. അതിനെതിരെയായി മിസ് ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്റെ മേഖല ഇതായതുകൊണ്ട് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു, ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു. അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങളെന്ന് തോന്നുന്നില്ല. 4 മാസം മുമ്പ് ചെമ്മണ്ണൂർ ജുവലറിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ തനിക്കെതിരെ മോശം പരാമർശം നടത്തിയത്. ആ പരിപാടി കഴിഞ്ഞ ഉടനെ വീട്ടുകാരുമായി ഈ വിഷയം താൻ ചർച്ച ചെയ്തിരുന്നു. തുടർന്ന് മാനേജരെ വിളിച്ച് ബോബി ചെമ്മണ്ണൂറിന്റെ പെരുമാറ്റം മോശമായി എന്നും ഇനി ആ സ്ഥാപനവുമായി സഹകരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് കഴിഞ്ഞും അദ്ദേഹം തന്റെ ശരീരത്തെപ്പറ്റി മോശമായ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതോടെയാണ് കേസ് നൽകാൻ തീരുമാനിച്ചതെന്നും ഹണി പറഞ്ഞിരുന്നു. പൊതുവേദികളിൽ മനഃപൂർവ്വം പിന്തുടർന്ന് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരു വ്യക്തി അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമാക്കി ഹണി റോസ് രംഗത്തെത്തിയതോടെ വിഷയം വലിയ രീതിയിൽ ചർച്ചയായി. സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്റെ പേര് ഉപയോഗിക്കുന്നുവെന്നും ഹണി റോസ് പറഞ്ഞിരുന്നു. എന്നാൽ വ്യക്തിയുടെ പേര് ഹണി പുറത്തു പറഞ്ഞിരുന്നില്ല. ബോബി ചെമ്മണ്ണൂരാണ് ആ വ്യക്തി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറഞ്ഞു. ഹണി റോസ് പങ്കുവച്ച പോസ്റ്റിന് താഴെ പലരും അശ്ലീല കമന്റുമായി വീണ്ടും എത്തി. ഇതോടെ കമന്റിട്ട 30ഓളം പേർക്കെതിരെ ഹണി പോലീസിൽ പരാതി നൽകിയിരുന്നു.